ഞാൻ ഈ അടുത്ത സമയത്തൊരു കല്യാണം കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പെൺകുട്ടികൾക്കൊരു ജീവിതം കിട്ടുക എന്ന് പറഞ്ഞത് സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ എല്ലാം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് വിഷമം തോന്നി. ആ കുട്ടി ധരിച്ചിരിക്കുന്ന സാരി പട്ടുസാരിയാണ്. അതേത് കളറാണെന്ന് അറിയാൻ നമുക്ക് പറ്റുന്നില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ അത് ബാക്ക് തിരിയണം. ബാക്ക് തിരിഞ്ഞാലേ പട്ട് ഏതാണ് ഉടുത്തിരിക്കുന്നത്, എന്ത് കളറാണെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ആഭരണം. അതിൻ്റെ ശരീരഭാഗങ്ങൾ ഫുൾ ആഭരണങ്ങളാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു സൈഡിൽ കൂടെ സങ്കടവും തോന്നി, ഒരു സൈഡിൽ കൂടെ ഇത് അഹങ്കാരമാണോ ആഡംബരമാണോ എന്ന് തോന്നി. ആഡംബരം തന്നെയാണ്. കാശുണ്ട്, എല്ലാം ഓക്കെ, മകളെ കെട്ടിച്ചു വിടണം, എല്ലാം ഓക്കെ. ഇത്രയും ആഡംബരം വേണമെന്ന് എനിക്ക് തോന്നിയില്ല. ആവശ്യത്തിനിടാം അല്ലേ? ഒരു 100 പവൻ്റെ ഉരുപ്പടി, അതും കൂടുതലാണ്, എന്നാലും പോട്ടെ, ഒരു 50 പവൻ്റെ ഉരുപ്പടി അല്ലേ ഇടാം. എത്രയോ പട്ടിണി പാവങ്ങളുണ്ട്. ഒരു കെട്ടുതാലി വാങ്ങാൻ കാശില്ലാതെ, കല്യാണം കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. കെട്ടുതാലി വാങ്ങാൻ പൈസ ഇല്ലാതെ വെറും മഞ്ഞച്ചരടിൽ താലി കെട്ടുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം. ഇത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇത്രയും ആഭരണം ഇട്ട് ആ മകളെ അയക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയോ ആൾക്കാർ കൊക്കോടികൾ കൊടുത്ത് അയച്ചിട്ട് വീട്ടിൽ കണ്ണുനീരും കയ്യുമാണ്, അടിയും ബഹളവും വെട്ടും കുത്തുമാണ്. ഞാൻ പറയുന്നതല്ല, ഇത്രയും ആഡംബരം വേണ്ടായിരുന്നെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. ആഭരണം, ദേഹം ഫുൾ ആഭരണമാണ്. എല്ലാം ഈ വീതി വരും മാലകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീതിയുള്ള മാലകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊരു 10-15 മാലയൊക്കെ ശരീരത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴെ അറ്റം വരെ ഉണ്ട്. ആ പെൺകുട്ടിയെ അണിഞ്ഞിരിക്കുന്നത് ആഭരണം മാത്രം. എന്തൊരു ആഡംബരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര ആഡംബരമായത്. ഇത്രയും വേണ്ടായിരുന്നെന്നാണ് എൻ്റെ അഭിപ്രായം. ആ കല്യാണം നടക്കുന്ന സമയത്ത് ഒരു 10 ഫാമിലിയിലെ കുട്ടികൾക്ക് ഓരോ താലിച്ചരട്, ഒരു മിന്നു മതി, ഒരു മഞ്ചാടി അല്ലെങ്കിൽ ഒരു ഗ്രാമിൻ്റെ ഓരോ താലി മേടിച്ച്, ഒരു നൈസ് ഒരു മാലയും മേടിച്ച് 10 കുട്ടികൾക്ക് ഒരു മംഗല്യഭാഗ്യം കൊടുത്തിരുന്നെങ്കിൽ ഈ കുട്ടിക്കും അതെത്ര വലിയൊരു ഐശ്വര്യമായിരുന്നിരിക്കും അല്ലേ? അവരെ ഫാമിലി അങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. ഇത്രയും ആഭരണം വേണ്ടായിരുന്നു. കണ്ടപ്പോൾ അത് വിഷമം തോന്നി. വിഷമം മാത്രമല്ല, അത് ആഡംബരമാണെന്നും തോന്നി, അഹങ്കാരമാണെന്നും തോന്നി. ഉള്ളവർക്ക് വാരി കോരി കൊടുത്തേക്കുക, ഇല്ലാത്തവർക്ക് ഒന്നുമില്ല. എന്നാൽ ഉള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവരുടെ മനസ്സിൽ മറ്റുള്ളവരെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കാൻ പറ്റുന്നില്ല അവരെ കൊണ്ട്. ഈ കൊക്കോടികളുള്ള ഒരു രൂപ കളയത്തില്ല. ഈ ഇടത്തരം രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് പിന്നെയും മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്. ഒന്നുമില്ലാത്ത ആൾക്കാർ ഇടത്തരം രീതിയിൽ നിൽക്കുന്നവരടുത്തൊക്കെ ഭിക്ഷയ്ക്ക് പോയാൽ അവർ കൊടുക്കും. ഈ കൊക്കോടികളുള്ളവരുടെ വീട്ടിലൊക്കെ ഭിക്ഷയ്ക്ക് പോയാലുണ്ടല്ലോ, അവർ നാണം കെടുത്തി വിടും. സത്യം. ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ജീവിതത്തിൽ എനിക്ക് അനുഭവങ്ങളുണ്ട്. ഓരോരുത്തരെ ഈ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട്. എൻ്റെ ഷോപ്പിൽ തന്നെ നിൽക്കുമ്പോൾ എത്രയോ ആൾക്കാർ ഡെയിലി വരുമെന്നറിയോ കൈനീട്ടിക്കൊണ്ട്. അവർ നാണം കെട്ട് കൈനീട്ടുന്ന എന്തിനാ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയല്ലേ? എന്നാൽ ചില ഭിക്ഷ എടുക്കുന്നവർക്ക് നല്ല പൈസ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നത്. ചിലവർക്ക് 1 രൂപ പോലും കിട്ടാത്ത ദിവസമുണ്ട്. അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മൾ ഗതിയോടുണ്ടല്ലേ ഭിക്ഷ എടുക്കുന്നത്. ഒരു നിവർത്തി കൊണ്ട് ഭിക്ഷ എടുക്കും. അവർക്കും ആഗ്രഹങ്ങളുണ്ട്. സ്വന്തം വീട്ടിൽ ഉറങ്ങണം, TV കാണണം, കറങ്ങാൻ പോകണം അല്ലേ, ഐസ്ക്രീം കഴിക്കണം. നിസാരം 2-3 പേര് പറയണം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ബിരിയാണി കഴിക്കാൻ കൊതിയാവും. എന്താ വേണം? ഒരു ബിരിയാണി കഴിക്കാൻ കൊതിയാവും. വർഷങ്ങളായി ഒരു ബിരിയാണി കഴിച്ചിട്ടൊന്നും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതുപോലെ എത്രയോ ആൾക്കാരുണ്ടാവും. നല്ലൊരു ഊണ്, 5 കറിയും വെച്ച് നല്ലൊരു ഊണ് കഴിക്കാൻ കൊതിയാവണോ, അല്ലെങ്കിൽ കഴിച്ചിട്ട് എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. അഹങ്കാരങ്ങളാണ് ചില ആൾക്കാർക്ക്. ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞു, ഒരു വീടില്ലാതെ കടവരാന്തയിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. എന്തിനേറെ പറയുന്നത്, നേരെ ഉടുക്കാൻ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പറയാതിരിക്കാൻ വയ്യ. സത്യം പറഞ്ഞു പോവുകയാണ്. ഗതികേടുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ആഡംബരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുറകിലുള്ളവർ കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നിങ്ങളൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണ്ട, ഒരു 10 പേർക്ക് അന്നദാനം അല്ലേ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് വഴിയോരത്ത് കിടക്കുന്നവർക്ക് ഈ ഉറങ്ങാൻ ബെഡ്ഷീറ്റോ തലോണിയോ പായോ ഒരു നേരത്തെ ഫുഡോ ഒരു വസ്ത്രമൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.